വീഡിയോയിൽ ഈ പ്ലാന്റിനെ ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഈ പ്ലാന്റിനെ എന്തുകൊണ്ടാണ് യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ അല്ലെങ്കിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ എന്നൊക്കെ പറയുന്നത് അറിയാമോ? കാരണം ഇത് അതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഈ പൂവ് ഇത് കണ്ടോ, ഇതിനകത്തെ ഈ പൂവ് ഇത് യെസ്റ്റർഡേ ആണ്, ഇത് ടുഡേ ആണ്, ഇത് ടുമാറോയാണ്. അപ്പോൾ അവർ വിരിയുന്ന ഓർഡറും അവരുടെ കളറിൻ്റെ പ്രത്യേകതയും. അപ്പോൾ യെസ്റ്റർഡേ പ്ലാന്റ്സിനെല്ലാം ഒരു ലൈറ്റ് യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു പേജ് കളറാണ്. ഇതാണ് യെസ്റ്റർഡേ പ്ലാന്റ്സ്. ഇത് ടുഡേ ആണ്, പ്യുവർ വൈറ്റ്. കണ്ടോ, പ്യുവർ വൈറ്റ്. യെസ്റ്റർഡേയും ടുഡേയും അടുത്തടുത്ത് നിൽക്കുന്നു. ഇവർ മൊത്തം ടുമാറോ ആണ്. കാരണം ഇവർ നാളെ വിരിയാനുള്ളവരാണ്. അവരുടെ പുറകിലൊരാൾ ഇന്ന് വിരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ പ്ലാന്റ്സിന് ഉണ്ടോ, ഇത് ഫുള്ളും ടുഡേ ആണ് വിരിഞ്ഞവർ. ഇതിനകത്ത് വിരിയാനായിട്ട് ടുമാറോ കുറേ പേരുണ്ട്. ഇവിടെ ദേ യെസ്റ്റർഡേയും ടുഡേയും ടുമാറോയും കൂടെ ഒന്നിച്ച് നിൽക്കുന്നു. ഇപ്പം ഇങ്ങനെ ഇന്നലെ ഇന്ന നാളുകൾ ഒന്നിച്ച് നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്. പക്ഷെ മനുഷ്യരുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഇന്നലെ ഇന്നും നാളെ ഉണ്ടെന്ന് ആരും ചിന്തിക്കാറില്ല. ഇന്നലെ ഇന്നും നാളെയും ഒന്നിച്ചു വരുമോ, പിന്നീട് ഇന്നലത്തെ കാര്യങ്ങൾ ഇന്ന് എന്നെ ബാധിക്കുമോ, നാളെ എനിക്കത് ലഭ്യമാണോ, ഇങ്ങനെ കുറേ ആകുലതകളാണ് മനുഷ്യർക്ക്. പക്ഷേ ഈ പ്ലാന്റ്സിന് അതൊന്നുമില്ല. അവർ ഭയങ്കര സമാധാനവും സന്തോഷവുമായിട്ട് അവരുടെ പൂ വിരിയിക്കുക, വളരുക, സുഗന്ധം പരത്തുക, ഇതിങ്ങനെ എല്ലാവർക്കും വേണ്ടി എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് എൻ്റെ ഒരു ഓർക്കിഡേറിയം പ്ലാന്റാണ്. ഇതിലാണ് ഞാൻ എല്ലാ ഓർക്കിഡ്സും വളർത്തുന്നത്. ആ കൂടെ അവർ പുഷ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സംയുക്ത ജീവിതമാണ് അവർ. എല്ലാ പ്ലാന്റ്സും ഉണ്ട് ഇതിനകത്ത്. ഡാൻസിങ് ലേഡിയുണ്ട്, ഡെൻഡ്രോബിയ ഉണ്ട്. എല്ലാവരും വളരുന്നത് ഈ ബ്രൺഫൾഷ്യ, അതായത് യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ എന്ന പ്ലാന്റിൻ്റെ ശരീരത്തിലാണ്.